ഗുജറാത്തിലുള്ള സ്റ്റാച്യു യൂണിറ്റിയുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടു വിധത്തിലാണ് നമുക്ക് ടിക്കറ്റ് ലഭ്യമാകുന്നത്. ഒന്നാമത്തേത് ഓൺലൈനായിട്ടും രണ്ടാമത്തേത് ഇവിടെ വന്ന് നേരിട്ടും നമുക്ക് എടുക്കുവാൻ സാധിക്കും. പക്ഷേ ക്യാഷ് അവർ വാങ്ങിക്കുകയില്ല, പകരം കാർഡ് സിസ്റ്റമാണ് ഇവിടെ ലഭ്യമാവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതിനാൽ അതിൻ്റെ PNR നമ്പർ കാണിച്ച് ടിക്കറ്റ് വാങ്ങിക്കേണ്ട താമസം മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ടിക്കറ്റ് വാങ്ങി ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ബസ്സുകളുടെ ഒരു ഷട്ടിൽ സർവീസാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റാച്യു യൂണിറ്റി ബസ് ടൂർ എന്നുള്ള ഒരു ബസ്സിലാണ് ഇവിടെ നിന്ന് നമ്മളെ സ്റ്റാച്യു യൂണിറ്റിയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ എത്തിച്ചേർന്ന ഞങ്ങളുടെ ബസ്സിന് ഇതിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. ഇവിടെ നിന്ന് ലഭ്യമാകുന്ന ഈ ഒരു ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. ചുറ്റുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു യാത്ര പോലും ഞങ്ങൾ ആസ്വദിക്കുന്നത്. മനോഹരമായി പണി തീർത്തിരിക്കുന്ന നല്ല റോഡുകളും ഇതിനോടകം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഭാഗം മുഴുവനും കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് ഈ മനോഹരമായ രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിരിക്കുന്നത്. ചുറ്റുപാടും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നദിയുടെ കരകളിലൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വനം പോലെയുള്ള ഭാഗങ്ങളായിരുന്നു ഇവിടെ മുഴുവനും. ആ ഒരു ഭാഗമാണ് ഇതുപോലെ അതിമനോഹരമായ രീതിയിൽ കാഴ്ചകൾക്ക് ഇമ്പം പകരുന്ന രീതിയിലൊക്കെ ആക്കി തീർത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ സൈഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന തെങ്ങുകളാണ്, കോക്കൻ ട്രീ ആണ്. അത് രാത്രി കാലങ്ങളിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ മനോഹാരിത എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു പകൽ ദൃശ്യം കണ്ടിരിക്കുകയാണ്. രാത്രി കാഴ്ച അതിമനോഹരമാണ്. എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ മൂന്നാമത്തെ യാത്രയാണ് സ്റ്റാച്യു യൂണിറ്റിയിലേക്ക് ഞാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകൽ കാഴ്ചകളും രാത്രി കാഴ്ചകളുമൊക്കെ പല ആവർത്തി എനിക്ക് കാണുവാനും മനോഹാരിത ആസ്വദിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ ചർച്ചിലെ മാതൃസംഘം അമ്മമാരെ കൊണ്ട് ഈ ഒരു മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എന്നിൽ ജനിക്കുവാനുള്ള കാരണം. ഏതായാലും ഒത്തിരിയേറെ ആളുകളും ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റാച്യു യൂണിറ്റിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അഹമ്മദാബാദ് പ്രദേശത്തു നിന്ന് സ്റ്റാച്യു യൂണിറ്റിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ദീർഘദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് സാധ്യതമാവുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിൽ പലരും ഈ ഒരു സ്റ്റാച്യു യൂണിറ്റി ഇത്ര മനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടും എത്തിച്ചേരുവാൻ സാധിക്കാതെ പോയത്. ഏതായാലും ഇന്ന് വലിയൊരു സൗഭാഗ്യം ലഭ്യമായിരിക്കുകയാണ്. ഇന്നേ ദിവസം ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അമ്മമാരുടെ നല്ല ശതമാനം സഹകരണത്തോടു കൂടി ഈ ഒരു സ്റ്റാച്യു യൂണിറ്റ് കാണുവാൻ വേണ്ടി ഈ ഒരു ബസ്സിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അകലെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സൂര്യൻ ഞങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ അത് കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എങ്കിലും നേരിട്ട് കാണുമ്പോൾ ആ പരിഭവമെല്ലാം ഒഴിവാക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഏതാനും നിമിഷത്തെ യാത്രയ്ക്കുള്ളിൽ ഞങ്ങളുടെ ഈ ഒരു ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബസ് സ്റ്റാച്യു യൂണിറ്റിയുടെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ്. സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇത് ഷട്ടിൽ സർവീസാണ് എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇവിടെ ഞങ്ങളെ ഇറക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ആദ്യം കയറിയ സ്ഥലത്തേക്ക് ഈ ബസ് ചെന്നെത്തുന്ന രീതിയാണ് സ്വീകരിക്കപ്പെടുക. ഇങ്ങനെ ആളുകൾ വരുന്നതനുസരിച്ച് ഇവിടെ എത്തിച്ചേർക്കുക, വീണ്ടും പോവുക, അങ്ങനെയുള്ള ഒരു രീതി സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. സ്റ്റാച്യു യൂണിറ്റിയുടെ അകലെ കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും.
ബസ് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു അകലക്കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. താഴ്ഭാഗത്തായിട്ട് ഒരു നദി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏറ്റവും വലുപ്പമേറിയ നല്ല ഒരു സ്റ്റാച്യു നിലകൊള്ളുന്നത്.